Hello dears, welcome to the class. Today we are going to discuss about the second part of the unit. Numbers are our friends. Okay, let's start our class. Number of notes. I have 370 rupees remaining. The number of notes in the sum of the digits of this number. What notes do I have and how many of each? നോട്ടുകളുടെ എണ്ണം. എൻ്റെ കൈവശം 370 രൂപ ബാക്കിയുണ്ട്. ഇതിലെ അക്കങ്ങളുടെ തുകയ്ക്ക് തുല്യമായ എണ്ണം നോട്ടുകളാണ് ഉള്ളത്. ഏതൊക്കെ നോട്ടുകൾ എത്ര വീതം ഉണ്ടാകും? അയാളുടെ കൈവശം എത്ര രൂപയാണുള്ളത്? 370 രൂപ ബാക്കിയുണ്ട്. ഇതിലെ അക്കങ്ങളുടെ തുകയ്ക്ക് തുല്യമായ എണ്ണം നോട്ടുകളാണ് ഉള്ളത്. അക്കങ്ങൾ ഏതൊക്കെയാണ് ഇതിൽ പറയുന്നത്? 3, 7, 0 അല്ലേ? ഇത് കൂട്ടിയാൽ വരുന്ന ആ സംഖ്യയുടെ തുകയ്ക്ക് തുല്യമായ നോട്ടുകളാണ് ഇനി കൈവശമുള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7, 0 അത് കൂട്ടുമ്പോൾ എത്ര കിട്ടും? 3 + 7 + 0 കൂട്ടുമ്പോൾ നമുക്ക് 10 എന്ന് ഉത്തരം കിട്ടും. അത്രയും എണ്ണം നോട്ടുകളാണ് അയാളുടെ കൈവശമുള്ളത്. അപ്പോൾ എങ്ങനെയായിരിക്കും? 3 100 രൂപ നോട്ടും 7 10 രൂപ നോട്ടുമായിരിക്കും ഉള്ളത്. അപ്പോൾ 370 രൂപയായി. കണ്ടില്ലേ? അപ്പോൾ നോട്ടുകളുടെ എണ്ണം 10, amount 370 rupees. Sum 10. The sum of the digits of 109 is 1 + 0 + 9 = 10. What is the sum of the digits of 118? Another number is 127, isn't it? തുക 10. 109 എന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക 1 + 0 + 9 10 ആണ്. 118 എന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക എത്രയാണ്? 1 കൂട്ടണം 1 കൂട്ടണം 8 എത്രയാണ് വരുന്നത്? 1 1 2 2 8 10. മറ്റൊരു സംഖ്യ ഏതാണ്? 127. അപ്പോൾ എങ്ങനെയാണ്? 1 കൂട്ടണം 2 കൂട്ടണം 7 1 2 3 3 7 10. How many numbers are there with the sum of digits 10? 3 ഡിജിറ്റ് ഉള്ള സംഖ്യകൾ കൂട്ടുമ്പോൾ ആൻസർ 10 കിട്ടണം. നമ്മൾ കണ്ടു അല്ലേ? നേരത്തെ 370 ഒക്കെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 3 + 7 + 0 = 10 എന്ന് കിട്ടിയില്ലേ? അതുപോലെയുള്ള എത്ര 3 ഡിജിറ്റ്സ് നമ്പേഴ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിറ്റ്വീൻ 100 and 200, ബിറ്റ്വീൻ 200 and 300, ബിറ്റ്വീൻ 300 and 400. How many 3 ഡിജിറ്റ് നമ്പേഴ്സ് ഇൻ ഓൾ? എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് എന്ന് പറയണം. അതുപോലെ തന്നെ 100നും 200നും 200നും 300നും 300നും 400നും പിന്നെ 400 500 500 600 600 700 700 800 800 900 900 1000 ഇങ്ങനെ നോക്കി വേണം നമ്മൾ പറയാനായിട്ട്. 100നും 200നും ഇടയിലുള്ളതാണ് 109, 118, 127, 136, 145, 154, 163, 172, 181, 190. ഇതിലെ ഡിജിറ്റ്സിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 10 ആണ്. ബിറ്റ്വീൻ 100 and 200 10 നമ്പേഴ്സാണ് ഇതുപോലെയുള്ളത്. ഇനി 200, 300 ഇതിന് ഇടയിലുള്ളത് 208, 217, 226, 235, 244, 253, 262, 271, 280 ഇങ്ങനെ ഡിജിറ്റ്സ് കൂട്ടുമ്പോൾ 10 കിട്ടുന്ന 9 സംഖ്യകളാണ് 200നും 300നും ഇടയിൽ ഉള്ളത്. ഇനി ബിറ്റ്വീൻ 300 and 400 ആണ്. ഏതൊക്കെ സംഖ്യകളാണെന്ന് നോക്കാം. 307, 316, 325, 334, 343, 352, 361, 370 അങ്ങനെയുള്ള 8 നമ്പേഴ്സാണ്. ഇനി പറയുന്നത് 400നും 500നും ഇടയിൽ എത്ര സംഖ്യകളുണ്ട് എന്നാണ്. 7 നമ്പേഴ്സാണുള്ളത്. അതുപോലെ തന്നെ 500 to 600 6, 600 to 700 5, 700 to 800 4, 800 to 900 3, 900 to 1000 2. 400നും 500നും ഇടയിൽ 7
സംഖ്യകളാണ് ഉള്ളത്. 500-നും 600-നും ഇടയിൽ 6 എണ്ണം, 600-നും 700-നും ഇടയിൽ 5 എണ്ണം, 700-നും 800-നും ഇടയിൽ 4, 800-നും 900-നും ഇടയിൽ 3, 900-നും 1000-നും ഇടയിൽ 2. അങ്ങനെ 100-നും 200-നും ഇടയിലുള്ളത് 10 ആയിരുന്നു. അത് 10, 9, 8, 7, 6, 5, 4, 3, 2 അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നു അല്ലേ. ഇനി ആകെ എത്ര 3 അക്ക സംഖ്യകൾ ഉണ്ട് എന്ന് നോക്കാം. 10 + 9 + 8 + 7 + 6 + 5 + 4 + 3 + 2 = 54. 54 സംഖ്യകളാണ് അങ്ങനെയുള്ളത്. I have 100 rupee and 10 rupee notes and also 1 rupee coins. These make 456 rupees. What is the minimum number of notes and coins which make up 456 rupees? ആ കുട്ടിയുടെ കയ്യിൽ 100 രൂപയുടെയും 10 രൂപയുടെയും നോട്ടുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ 1 റുപ്പി കോയിൻസും ഉണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും അത് ഉള്ളത്? 456 രൂപ എങ്ങനെയായിരിക്കും? 4 100 രൂപയുടെ നോട്ടുകളും 5 10 രൂപയുടെ നോട്ടുകളും അതുപോലെ തന്നെ 6 രൂപയുടെ കോയിൻസും ആയിരിക്കും ഉള്ളത്. How much rupee does 600 rupee notes, 8 10 rupee notes and 5 1 rupee coins make? 6 100 രൂപയും 8 10 രൂപയും 5 1 രൂപയും ചേർന്നാൽ എത്രയാണ്? 600 റുപ്പി എന്ന് പറയുമ്പോൾ 6 × 100 600, 8 10 റുപ്പി എന്ന് പറയുമ്പോൾ 8 × 10 80, 5 റുപ്പി കോയിൻസ് 685 rupees. What about 400 rupee notes and 9 1 rupee coins? 4 100 രൂപ നോട്ടുകളും 9 കോയിൻസും 1 റുപ്പി കോയിൻസും ചേർന്നാൽ എത്രയാണ്? 400 + 9 = 409 rupees ആണ് ഉള്ളത്. ഇനി 300 rupees എങ്ങനെയൊക്കെ ആക്കാം? 300 rupees നോട്ട് ചേർന്നാൽ നമുക്ക് 300 rupees കിട്ടും അല്ലേ. ഇനി ബാക്കിയുള്ളത് ഫില്ല് ചെയ്യണം. 30 10 rupees ചേർന്നാൽ 300 rupees ആകും. അതുപോലെ തന്നെ 15 20 rupees ചേർന്നാലും 300 rupees ആകും. 6 50 rupeesഉം 65 rupeesഉം അതുപോലെ തന്നെ 1 രൂപയുടെ 300 കോയിൻസും ചേർന്നാൽ 300 രൂപയാകും. കോർണർ PTA. Dad, don't forget to buy bananas. Tomorrow's corner PTA is here. കുട്ടി ഡാഡിയോട് പറയാണ്, നാളെ കോർണർ PTA ഇവിടെയാണ് നടക്കുന്നത്, അതുകൊണ്ട് പഴം വാങ്ങാൻ മറക്കണ്ട. Father bought 6 kilogram of bananas for the corner PTA. The price of 1 kilogram of bananas is 50 rupees. Father gave a 500 rupee note and got 3 notes in different denominations back. What notes did he get? അച്ഛൻ കോർണർ PTAക്ക് വേണ്ടി 6 കിലോഗ്രാം പഴം വാങ്ങി. 1 കിലോഗ്രാം പഴത്തിന് 50 രൂപയാണ് വില. 500 രൂപ കടയിൽ കൊടുത്തു. ബാക്കി 3 തരം നോട്ടുകളാണ് തിരിച്ചു കിട്ടിയത്. ഏതൊക്കെ നോട്ടുകളാണ് തിരിച്ചു കിട്ടിയത്? ഓരോന്നും എത്ര വീതം? എത്രയാണ്? 1 കിലോ പഴത്തിന് 50 രൂപയാണ് അല്ലേ. അപ്പോൾ 6 കിലോ പഴത്തിന് എത്രയായിരിക്കും? 6 തവണ 50 രൂപ അല്ലേ. അപ്പോൾ 300 രൂപ. 50 കൂട്ടണം 50 കൂട്ടണം 50 കൂട്ടണം 50 കൂട്ടണം 50 കൂട്ടണം 50 അല്ലേ. 300 രൂപ വരും. ഈ 300 രൂപയ്ക്ക് അച്ഛൻ എത്ര രൂപയാണ് കടയിൽ കൊടുത്തത്? 500 രൂപ കൊടുത്തു. അപ്പോൾ ബാക്കി എത്ര കിട്ടിയിട്ടുണ്ടായിരിക്കും? 500 മൈനസ് 300 എത്രയാണ് കിട്ടിയത്? 200 അല്ലേ. അപ്പോൾ അതെങ്ങനെയായിരിക്കും തിരിച്ചു കിട്ടിയിട്ടുണ്ടാവുക? ഓരോ നോട്ടുകളും ഏതൊക്കെയായിരിക്കും? 3 തരം നോട്ടുകളാണെങ്കിൽ എങ്ങനെയായിരിക്കും? 100ൻ്റെ 1 നോട്ട്, 50ൻ്റെ 1 നോട്ട്, 10ൻ്റെ 5 നോട്ട് അല്ലേ. അപ്പോൾ 100 + 50 + 50 200 ആയി അല്ലേ. ഇനി 4 തരം നോട്ടുകളാണെങ്കിലോ തിരിച്ചു കിട്ടിയത്? 100 + 50 + 20 പിന്നെ 10ൻ്റെ 3 നോട്ടുകൾ. അപ്പോൾ 4 തരം നോട്ടായി അല്ലേ. 100 50 20 10. Read and write these numbers. 899, 900, 901, 990, 995, 998.
വേർഡ്സിൽ തന്നിരിക്കുന്നു, അത് നമ്മൾ ഫിഗേഴ്സിൽ എഴുതണം. ഡ്രാഗൺ. മിൻഹ ആൻഡ് ഫ്രണ്ട്സ് വെൻറ്റ് ടു ദ പാർക്ക്. ഹിയർ ഈസ് എ ഡ്രാഗൺ, ലെറ്റ്സ് പ്ലേ വിത്ത് ഇറ്റ്. റൈറ്റ് ദ നെക്സ്റ്റ് നമ്പേഴ്സ് ഓൺ ദ ഡ്രാഗൺ. ഡ്രാഗൺ. മിൻഹയും കൂട്ടുകാരും പാർക്കിലെത്തി. ഇവിടെ ഒരു ഡ്രാഗൺ ഉണ്ട്, അപ്പോൾ അതിൽ നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞു. ഡ്രാഗണിൽ കുറച്ച് നമ്പർ എഴുതിയിട്ടുണ്ട് അല്ലേ? 898, 899, പിന്നെ എഴുതിയിട്ടില്ല. പിന്നെ 901 ആണ് എഴുതിയിട്ടുള്ളത്, അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. 900 കഴിഞ്ഞാൽ 901, 902, 903, 904, 905, 906, 907, 908, 909, 910, 911, 912, 913, 914, 915, 916, 917, 918, 919 വരെയാണ് ഡ്രാഗണിലുള്ളത്. ഇനി കാണിച്ചിരിക്കുന്നത് മിൻഹയുടെ ബ്രദർ മിൻഹയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു. എന്തായിരുന്നു ഗിഫ്റ്റ്? ഒരു മാപ്പാണ്. കേരളത്തിലെ റിവേഴ്സ് എഴുതിയിട്ടുള്ള ഒരു മാപ്പാണ് കാണിച്ചിട്ടുള്ള ഒരു മാപ്പായിരുന്നു. അപ്പോൾ അതിൽ ഓരോ റിവേഴ്സിൻ്റെയും ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ചേശ്വരം റിവർ 16 കിലോമീറ്റർ, വളപട്ടണം റിവർ 110, ചാലിയാർ 169, ഭാരതപ്പുഴ 209, പെരിയാർ 244, പമ്പ റിവർ 176, അച്ചൻകോവിൽ റിവർ 128, നെയ്യാർ 56, കല്ലട റിവർ 121. ഇത്രയാണ് ഓരോ റിവേഴ്സിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ ഉള്ളത് ലോങ്ങസ്റ്റ് റിവർ ഏതാണ്, ഷോർട്ടസ്റ്റ് റിവർ ഏതാണ്? നമുക്ക് ഓരോ റിവേഴ്സിൻ്റെയും ലെങ്ത്ത് അസെൻഡിങ് ഓർഡറിൽ എഴുതാം. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാം. 16, 56, 110, 121, 128, 169, 176, 209, 244. ഇത്രയുമാണ് ഉള്ളത്. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് 16 ആണ്, 2 ഡിജിറ്റ് നമ്പറാണ്. ലാർജസ്റ്റ് റിവർ 244. 16 കിലോമീറ്റർ ഉള്ള മഞ്ചേശ്വരം റിവറാണ് ഏറ്റവും ഷോർട്ടസ്റ്റ്. 244 ഉള്ള പെരിയാറാണ് ലോങ്ങസ്റ്റ് റിവർ. How many rivers in the list are longer than Chaliyar? Write their names in the order from the longest to the shortest. ചാലിയാർ റിവറിനേക്കാൾ കൂടുതൽ ലെങ്ത് ഉള്ള എത്ര റിവേഴ്സാണ് ലിസ്റ്റിലുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിച്ച് ലോങ്ങസ്റ്റ് ടു ഷോർട്ടസ്റ്റ്, ഏറ്റവും നീളം കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പെരിയാർ 244, ഭാരതപ്പുഴ 209, പമ്പയാർ 176, ചാലിയാർ 169. ഇതാണ് വലുതിൽ നിന്നും ചെറുതിലേക്കുള്ള ഓർഡർ. Complete the pattern. 11, 22, 33, 44. 11 ഡിഫറൻസ് ആണ് അല്ലേ, ഇൻക്രീസ് ചെയ്യാണ്. നെക്സ്റ്റ് നമ്പർ ഏതായിരിക്കും? 55, 66. അടുത്തത് 150, 250, 350, 450, 550. 100ൻ്റെ ഡിഫറൻസ് ആണ്. നെക്സ്റ്റ് 100, 101, 103, 106, 110. 100നോട് 1 കൂട്ടിയപ്പോൾ 101 ആയി. അതിനോട് 2 കൂട്ടിയപ്പോൾ 103 ആയി. 103നോട് 3 കൂട്ടിയപ്പോൾ 106. 106ൻ്റെ കൂടെ 4 കൂട്ടിയപ്പോൾ 110 ആയി. അങ്ങനെ ഓരോ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്ത് വരുന്നതാണ്. 990, 980, 970, 960, 950. ഇനി നമ്മളോട് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. 336, 326, 316. 10 വെച്ച് ഡിഗ്രീസ് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. അടുത്തത് 678, 688, 698. 10 ഡിഫറൻസിൽ ഇൻക്രീസ് ചെയ്ത് കൂടിക്കൂടി പോകുന്നു. 440, 450, 460. അതും ഇതുപോലെ തന്നെ ഇൻക്രീസ് ചെയ്യാണ് 10. ബാക്കിയുള്ള പാറ്റേൺസ് കംപ്ലീറ്റ് ചെയ്യണം നിങ്ങൾ. Who am I? I am a 2-digit number larger than 80. The digit in ones place is 1 more than the number in the tens place. ഒരു 2-digit നമ്പറാണ്, 80നേക്കാൾ കൂടുതലാണ്. അതുപോലെ പറഞ്ഞിരിക്കുന്നത് വൺസ് പ്ലേസ്, ഒന്നാമത്തെ സ്ഥാനത്തുള്ള സംഖ്യ എന്ന് പറയുന്നത് 10ാമത്തെ സ്ഥാനത്തുള്ള ടെൻസ് പ്ലേസിലുള്ള നമ്പറിനേക്കാൾ 1 കൂടുതലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ 80 മുതൽ 99 വരെ ആയിരിക്കും അല്ലേ? അപ്പോൾ 80 മുതൽ 99 വരെ എഴുതി നോക്കിയിട്ട് ഏത് നമ്പറാണോ വൺസ് പ്ലേസിൽ വലിയ എമൗണ്ടും ടെൻസ് പ്ലേസിൽ അതിനേക്കാൾ ഒന്ന് കുറവ് എന്ന് നോക്കുക. അപ്പോൾ ഏതായിരിക്കും? 89 ആണ് അല്ലേ? വൺസ് പ്ലേസിൽ 9 ആണ്, ടെൻസ് പ്ലേസിൽ 8 ആണ്. 9നേക്കാൾ ഒന്ന് കുറവാണ് 8. അപ്പോൾ നമ്മുടെ ആൻസർ 89 ആണ്. I am a 3-digit number. Sum of digits is 15. The digit in hundreds place is 8 less than the number in the ones place. ഞാനൊരു 3-digit നമ്പറാണ്. എൻ്റെ ഡിജിറ്റ്സ് കൂട്ടുമ്പോൾ കിട്ടുന്ന ടോട്ടൽ സം എന്ന് പറയുന്നത് 15 ആണ്. അതുപോലെ തന്നെ എൻ്റെ 100 പ്ലേസിലെ നമ്പർ എന്ന് പറയുന്നത് വൺസ് പ്ലേസിലെ നമ്പറിനേക്കാൾ 8 കുറവായിരിക്കും. അപ്പോൾ നോക്കാം. വൺസ് പ്ലേസിലെ നമ്പറിനേക്കാൾ 8 കുറവാണ് 100 പ്ലേസിലെ നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ? അപ്പോൾ എന്തായാലും 8ന് മുകളിലായിരിക്കും ആ നമ്പർ വരുന്നത്. വൺസ് പ്ലേസിൽ ഒരു നമ്പറേ വരൂ. അപ്പോൾ ഏതായിരിക്കും? 9 ആയിരിക്കും അല്ലേ? 9ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 1 കിട്ടും. അതാണ് 100 പ്ലേസിലെ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 1 എന്ന് പറയുന്നത് 100 പ്ലേസിലും 9 എന്ന് പറയുന്നത് വൺസ് പ്ലേസിലുമാണെന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ ഇനി അതിൻ്റെ ഡിജിറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 + 9 = 10 എന്ന് കിട്ടി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആൻസറിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 15 ആണെന്നാണ് അല്ലേ? അപ്പോൾ 10ൻ്റെ കൂടെ എത്ര കൂട്ടിയാലായിരിക്കും നമുക്ക് 15 കിട്ടുക? 5 കൂട്ടിയാലാണ് അല്ലേ? അപ്പോൾ നമുക്ക് ടെൻസ് പ്ലേസിൽ 5 എന്നുകൂടി എഴുതാം. അപ്പോൾ നമ്മൾ കണ്ടെത്തിയ ആ എമൗണ്ട് എന്ന് പറയുന്നത് 159 ആണ്. The school store needs 950 pencils. Minha gave 7 boxes and 6 packets of pencils. Each box has 100 pencils and in each packet 10 pencils. How many more should she give to make it 950? 950 പെൻസിലാണ് സ്കൂളിലേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ മിൻഹ എങ്ങനെയാണ് കൊടുത്തത്? 7 ബോക്സും 6 പാക്കറ്റ്സുമായിട്ടാണ് കൊടുത്തത്. ഒരു ബോക്സിൽ 100 ആണ്, ഒരു പാക്കറ്റിൽ 10 ആണ് അല്ലേ? അപ്പോൾ 950 ആണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ എങ്ങനെ കൊടുക്കണം? 9 ബോക്സാണ് കൊടുക്കേണ്ടത് അല്ലേ? 9 ബോക്സ് ആകുമ്പോൾ 900. അതുപോലെ തന്നെ 5 പാക്കറ്റ് കൊടുക്കണം. അപ്പോൾ 50 ആവും, 950 ആകും. അതിന് പകരം മിൻഹ 7 ബോക്സസ് ആണ് കൊടുത്തത്. അപ്പോൾ 700 ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ 6 പാക്കറ്റ്സ് എന്ന് പറയുമ്പോൾ 60. അപ്പോൾ ടോട്ടൽ 760 ആണ് മിൻഹ കൊടുത്തത്. 950 ആണ് കൊടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഇനി എത്ര കൊടുക്കണം മിൻഹ? 950 മൈനസ് 760 = 190. 190 പെൻസിൽ കൂടി കൊടുക്കണം. Suppose 950 pencils are given in boxes and packets. 950 ആണ് കൊടുത്തിരുന്നെങ്കിലോ? നമ്പർ ഓഫ് ബോക്സസ്. അപ്പോൾ എത്ര ബോക്സ് കൊടുക്കണം? 9 ബോക്സസ് കൊടുക്കണം. നമ്പർ ഓഫ് പാക്കറ്റ്സ് 5 പാക്കറ്റ്സും കൊടുക്കണം. എന്നാൽ 950 ആകും. Fill up the blank circles. 301, 401, 501. 100 ആഡ് ചെയ്ത് പോവുകയാണ് അല്ലേ? 299, 399, 499 അതും 100 ആണ്. 300, 400, 500. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്യാം. 301, 401, 501, 601, 701. രണ്ടാമത്തേതിൽ ആഡ് ചെയ്യേണ്ടത് 599ഉം 699ഉം ആണ്. മൂന്നാമത്തേതിൽ 600, 700. എല്ലാം 100 വെച്ച് ഇൻക്രീസ് ചെയ്ത് പോവുകയാണ്. Okay dears, complete your textbook activities and study well. See you in next class. Thank you.